ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഈസ്റ്ററിൻ്റെ അന്നത്തെ വ്ളോഗാണ്. ശനിയാഴ്ച രാത്രി പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. കുർബാനയ്ക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ നിൽക്കാൻ നേരത്ത് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു ഈസ്റ്റർ ആഘോഷമായിട്ട് പള്ളിയിൽ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ, രാത്രിയാണെങ്കിലും. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലത്തെ തിരക്കിലല്ല, ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അതാണ് കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിന് പല കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കണം. ഒരു ചാറ് കറി വേണം, ഒരു തോരൻ വേണം, പിന്നെ നോൺ എന്തെങ്കിലും വേണം. അപ്പോൾ ഇതാകുമ്പോഴത്തേനും എളുപ്പം പരിപാടി അറിയാമല്ലോ, കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നി. റൈസ് ഉണ്ടാക്കണം, ഒരു സാലഡ് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, പരിപാടി തോന്നി. അപ്പോൾ എനിക്കിതാണ് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത്. റൈസ് ഉണ്ടാക്കാനാണെങ്കിൽ അത്ര വലിയ പണിയൊന്നുമില്ല, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ചിക്കൻ ആണെങ്കിലും പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഓൾറെഡി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്, ഗ്രേവി വേണമല്ലോ. അപ്പോൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞല്ല ഇടുന്നത്, ചതച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് പുരട്ടി വെച്ചതാണ്. കുറച്ച് സമയമായി ഇതിപ്പോൾ വെച്ചിട്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ അത് വറുക്കാനുള്ള സമയമായിട്ടുണ്ട്. കുറച്ച് നേരം അത് പിടിക്കട്ടെ, മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളി ആകുമ്പോഴത്തേനും കുറച്ച് വട്ടമുള്ള കാരണം കൊണ്ട് ഇളക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ടാവില്ല. അപ്പോൾ വറുക്കുന്നതും ആ ഉരുളിയിൽ തന്നെയാണ്. അപ്പോൾ ബാലൻസ് വരുന്ന ഓയിലിൽ തന്നെയാണ് നമ്മൾ ആ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉരുളി ചൂടാക്കാം. തീ കത്തിച്ച് ഉരുളി ചൂടാക്കിയിട്ട് നമുക്ക് ചിക്കൻ വറുക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ വറുക്കാനിടാം. ഇത് 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ വറുത്തെടുക്കുന്നത്. ഒറ്റയടിക്കാണ് വറുത്തെടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നു. അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇതിന് കൂട്ടത്തിൽ 2 പച്ചമുളക് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. കുറച്ച് തക്കാളി ഒന്ന് മുറിച്ച് വെക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വയ്ക്കാം. റൈസിനുള്ള സാധനങ്ങളും ഒന്ന് എടുത്തു വയ്ക്കാം, നമുക്ക് എളുപ്പമുണ്ടാവുമല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചപ്പോഴത്തേനും ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ ചിക്കനും കോരി മാറ്റിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ചിക്കൻ വറുത്ത അതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേനും അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്ന സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഈ സവാള അത്യാവശ്യം നന്നായിട്ട് വാടിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി ഐറ്റംസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചതച്ചത് ഈ വാടി സവാളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. തക്കാളി നന്നായിട്ട് വാടി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ സവാളയുടെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ചൂട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ചിക്കൻ നമ്മൾ ഉപ്പിട്ടാണ് വറുത്തത്. അത് കാരണം കൊണ്ട് സവാള ഗ്രേവിയിലേക്ക് ഉപ്പിടാൻ നേരത്ത് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് സോയാ സോസ് കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. കറിവേപ്പില ശരിക്കും നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കായിരുന്നു, ഞാനത് വിട്ടുപോയി. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് തന്നെ വെച്ചു, ആ മസാലയെല്ലാം ചിക്കനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാം ആയി കഴിഞ്ഞപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളത് മൂടി വെച്ചു. ഇനി നമുക്ക് റൈസിനുള്ള കാര്യങ്ങൾ നോക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. ഞാൻ 2 കിലോ അരിക്കാണ് കേട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യും ആവശ്യത്തിനുള്ള സ്പൈസസും ഇട്ടു, ഉപ്പിട്ടു,
കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അരിയും കൂടി കഴുകിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു പൈനാപ്പിൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അരി ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ക്യാരറ്റ് ഒന്നും ഇടാറില്ല, പക്ഷെ ഇന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകളും കേൾക്കും. കുഞ്ഞുങ്ങളുണ്ട്, അവർ പാട്ടൊക്കെ വയ്ക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പകുതി വേവായ അരിയിലേക്ക് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞത്, തീരെ കനം കുറച്ച് അരിഞ്ഞ ക്യാരറ്റാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തത്. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് കുറച്ച് എസൻസും, പൈനാപ്പിൾ എസൻസാണ്, എസൻസും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് അതിലേക്ക് വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനങ്ങളും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അത് പൈനാപ്പിൾ കഴിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം റെഡിയായി, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണമെന്ന്, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി സാധനം ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മൾ അടുത്ത വീടുകളിലേക്ക് എൻ്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നു. ഉടുപ്പില്ലാതെ നിൽക്കണേന് കുഞ്ഞിനെ ഞാൻ കളിയാക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തറവാടിൻ്റെ പുറകുവശത്ത് 2 മാവ് നിറച്ച് മാങ്ങ ഉണ്ടായി നിൽക്കുകയാണ്. ആർക്കും വേണ്ട, അത് കിളി കുത്തി പോവാണ്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയതാണേ. നല്ല കൊതിപ്പിക്കണ മണം കേട്ടോ ഇതിന്. ആളുമില്ല, അർത്ഥമില്ലാത്തൊരു പറമ്പിൽ കയറി നമ്മൾ കുറേ മാങ്ങ പറിച്ചിട്ടുണ്ട്. നിറച്ച് മാങ്ങ ഉണ്ടായി കിടക്കാം ഇവിടെ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വലിയ മാങ്ങയും ചെറിയ മാങ്ങയൊക്കെ ഉണ്ട്. ഈ മാങ്ങ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ വെക്കാനായിട്ട് നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ. ഇതിപ്പോൾ പച്ചയാണ്, പഴുപ്പിച്ചിട്ട് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാം. എന്തായാലും നമ്മൾ കുറേ മാങ്ങ പറിച്ചിട്ടുണ്ട്. ഒരു 10 കിലോന്റെ അരിസഞ്ചി നിറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്, വലുതും ചെറുതും ഒക്കെ. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത് ഉപ്പും മുളകും കൂട്ടി തിന്നാം. ഇതെല്ലാം നമ്മൾ ഇവിടുത്തെ മാറ്റിന്ന് പറിച്ച മാങ്ങയാണ് കേട്ടോ. അതാ പല സൈസിലുള്ള മാങ്ങയുണ്ട്, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയും മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് പറിക്കുന്നൊന്നല്ല കേട്ടോ, തൊട്ടപ്പുറത്ത് നമ്മുടെ അയൽവക്കത്ത്, നമ്മൾ തറവാട്ടിൽ വന്നാണേ. അപ്പൊ അയൽവക്കത്തെ അവരുടെ പറമ്പായത്. നമ്മളങ്ങനെ മാങ്ങ പറിച്ചിട്ട് വീട്ടിലേക്ക് പോവാ. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം മാങ്ങയൊക്കെ കഴുകി അരിഞ്ഞ് ഉപ്പുമുളകൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് തിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഒരു ഈസ്റ്റർ ദിനത്തിലെ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.